ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ടെല്ല PSCയിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ. അപ്പൊ നമ്മളൊരു ടോപ്പിക്കിലേക്ക് കടക്കുക. നമ്മുടെ സിലബസ് അനുസരിച്ച് ആദ്യത്തെ ടോപ്പിക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് എന്നതാണ്. അപ്പൊ ആ ഒരു ടോപ്പിക്കിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സംഖ്യകളെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ അറിയണം. അതോടൊപ്പം തന്നെ ഇതിന്റെ അടിസ്ഥാന ക്രിയകളെ കുറിച്ചും അറിയണം. സംഖ്യകളെ കുറച്ച് ഡീപ്പായിട്ട് തന്നെ നമ്മൾ അടിസ്ഥാന വിവരങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യം, ഇപ്പൊ 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ പരീക്ഷകളിൽ ചോദ്യങ്ങളായി വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്ന് കൃത്യമായി ഉറപ്പിച്ചു വെക്കാം. നമ്മൾ മറന്നുപോയ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക. അത് കൃത്യമായ ഒരു എക്സാമിന്റെ രീതിയിൽ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഖ്യകളെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം ഇവരുടെ അടിസ്ഥാന ക്രിയകൾ, നമുക്കറിയാം 4 ക്രിയകൾ: കൂട്ടല്, കുറയ്ക്കല്, ഗുണിക്കല്, ഹരിക്കല്, അങ്ങനെ 4 ക്രിയകളുണ്ട്. അപ്പൊ ഈ 4 ക്രിയകളും അതിന്റെ ക്രമവും പഠിച്ചു വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്ന ആരെ കുറിച്ചാ? സംഖ്യകളെ കുറിച്ചാണ്. സംഖ്യകൾ എത്ര തരത്തിലുണ്ട്, സംഖ്യകൾ ഏതൊക്കെ ഗ്രൂപ്പുകളിലായി തിരിച്ചിട്ടുണ്ട്, അപ്പൊ അത്തരം സംഖ്യകൾ ഏതൊക്കെയാണ്, അതിന് എക്സാമ്പിൾസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ സംഖ്യകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷകളിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ സംഖ്യകളിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാറ്റഗറി എന്ത്, അല്ലെ? അപ്പൊ അതിനു മുമ്പ് സംഖ്യകളിൽ നിന്ന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ശരിക്കും ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല, എന്നാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: താഴെ തന്നിരിക്കുന്നതിൽ രാമാനുജൻ നമ്പർ അല്ലാത്തത് ഏത്? രാമാനുജൻ സംഖ്യ അറിയാലോ. അപ്പൊ ശ്രീനിവാസ രാമാനുജനുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്ത ഒരു പ്രത്യേകതയുള്ള സംഖ്യ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? രാമാനുജൻ നമ്പർ അല്ലെങ്കിൽ രാമാനുജൻ സംഖ്യ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകളിൽ, നമ്മുടെ തന്നെ 12th ലെവൽ എക്സാംസിൽ അല്ലെങ്കിൽ യൂണിഫോം പരീക്ഷകളിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യത്തെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. അപ്പൊ രാമാനുജൻ സംഖ്യയെ കുറിച്ചാണ്. അപ്പൊ രാമാനുജൻ എന്തുകൊണ്ടാണ് ആ സംഖ്യയ്ക്ക് ഒരു പ്രത്യേകത കണ്ടെത്തിയത്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത എന്തായിരുന്നു അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തത് എന്നാണ്. അപ്പൊ അത് ഇത്രേ ഉള്ളൂ. വ്യത്യസ്ത സംഖ്യാ ജോഡികളുടെ 2 സംഖ്യകളുടെ ക്യൂബുകൾ എടുത്ത് നമ്മൾ കൂട്ടുന്നു. അതുപോലെ മറ്റ് 2 സംഖ്യകളുടെ ക്യൂബുകൾ എടുത്ത് നമ്മൾ കൂട്ടുന്നു. 2 വ്യത്യസ്ത സംഖ്യാ ജോഡികളുടെ ക്യൂബുകൾ എടുത്തിട്ട് കൂട്ടുമ്പോൾ നമുക്ക് ഒരേ സംഖ്യയിലേക്ക് തന്നെ എത്താൻ പറ്റും. ആ ഒരു പ്രത്യേകതയുള്ള ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മൾ രാമാനുജൻ സംഖ്യ എന്ന് പറയുന്നത്. ഇത് ഐഡന്റിഫൈ ചെയ്തത് ശ്രീനിവാസ രാമാനുജനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ആ സംഖ്യ അറിയപ്പെടുന്നത്. അപ്പൊ രാമാനുജൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്രത്യേകം കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ഇങ്ങനെയാണ്: 12ന്റെ ക്യൂബ് പ്ലസ് 1 ക്യൂബ്, അല്ലെ? 12ന്റെ ക്യൂബും 1ന്റെ ക്യൂബും, അല്ലെ? പിന്നെ 1729, പിന്നെ 10ന്റെ ക്യൂബും 9ന്റെ ക്യൂബും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1728. ഇതിൽ രാമാനുജൻ സംഖ്യ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു വെക്കുന്ന നമ്പർ ആരാ? 1729 ആണ്. ഇതാണ്. അപ്പൊ ഇതാണ് ആ പ്രത്യേകതയുള്ള ഏറ്റവും ചെറിയ നമ്പർ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, വ്യത്യസ്ത സംഖ്യാ ജോഡികളുടെ അതിലൊരു സംഖ്യാ ജോഡിയാണ് ഓപ്ഷൻ എയിലുള്ളത്. ആരൊക്കെയാ? 12ന്റെ ക്യൂബും 1ന്റെ ക്യൂബും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 1729 കിട്ടും. അതുപോലെ ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ 10ന്റെ ക്യൂബും 9ന്റെ ക്യൂബും കൂടെ കൂട്ടിയാൽ, ക്യൂബ് എന്ന് വെച്ചാൽ അറിയാലോ, ഒരേ സംഖ്യ തന്നെ 3 തവണ എഴുതി ഗുണിക്കുമ്പോഴാണ് ക്യൂബ് കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് എഴുതി കൂട്ടുമ്പോൾ എവിടേക്ക് എത്താൻ പറ്റുന്നുണ്ട്? 1729 എത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 3 ഓപ്ഷൻസും ആരെ സൂചിപ്പിക്കുന്നു? രാമാനുജൻ സംഖ്യയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഓപ്ഷൻ ഡി എന്തല്ല? രാമാനുജൻ സംഖ്യ അല്ല. ഇത് ജസ്റ്റ് 12ന്റെ ക്യൂബ് മാത്രമായിട്ടേ വരുന്നുള്ളൂ കേട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഏതാന്ന് വെച്ചാൽ 1728 ആണ്. അപ്പൊ കൂട്ടത്തിൽ പെടാത്തവൻ, അല്ലെ? അപ്പൊ രാമാനുജൻ നമ്പർ അല്ലാത്തത് ആര് എന്ന ചോദ്യത്തിന് ഓപ്ഷനകത്ത് നിന്ന് 1728 പരിഗണിക്കാം. ബാക്കി 3 പേരും തന്നെ എന്താണ്? രാമാനുജൻ സംഖ്യയാണ്. പിടികിട്ടിയോ? അപ്പൊ ഇത് ശരിക്കും ഒരു പ്രത്യേക കാറ്റഗറി എന്നുള്ള രീതിയിലല്ല, നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാമാനുജനെ ഒന്ന് ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്കിനി എന്താണ് സംഖ്യകളുടെ ഗ്രൂപ്പ്, എന്തൊക്കെയാണ് നമുക്ക് പഠിച്ചിരിക്കേണ്ടത്? ആദ്യത്തെ ഗ്രൂപ്പ് എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ. എണ്ണൽ സംഖ്യകളെ നമ്മൾ ഇംഗ്ലീഷിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ, അല്ലെ? എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും,
അല്ലെ, എണ്ണൽ സംഖ്യകൾ. അതുപോലെ എന്താണ് നിസ്സർഗ സംഖ്യകൾ? നിസ്സർഗ സംഖ്യകൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഒരുപാട് പേരുടെ തെറ്റായ ഒരു ചിന്തയാണ് എണ്ണൽ സംഖ്യകളുടെ ഇംഗ്ലീഷാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എണ്ണൽ സംഖ്യകൾ എന്ന് വെച്ചാൽ ആരാണ്? അത് കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. നിസ്സർഗ സംഖ്യകൾ എന്ന് വെച്ചാൽ ആരാണ്? അത് നാച്ചുറൽ നമ്പേഴ്സ് ആണ് കേട്ടോ. പക്ഷെ ഇത് രണ്ടും സെയിം ആണ്, കാറ്റഗറി സെയിം ആണ്. നമ്മൾ സാധാരണ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ ആരാ? 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന സംഖ്യകളല്ലേ? ഇവരാണ് എണ്ണൽ സംഖ്യകൾ അഥവാ നിസ്സർഗ സംഖ്യകൾ. ഓക്കെ അല്ലേ? അപ്പൊ ഈ എണ്ണൽ സംഖ്യകൾ അഥവാ നിസ്സർഗ സംഖ്യകളെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ് അല്ലെ? എണ്ണൽ സംഖ്യകളിൽ ഏറ്റവും ചെറുത്, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത് എന്ന് പറഞ്ഞിട്ട് കേരള PSC തന്നെ ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? 1 ആണ്. അതുപോലെ എണ്ണൽ സംഖ്യകളുടെ ഒരു ഗ്രൂപ്പില്ലേ, ഇവർക്കൊരു പൊതു വ്യത്യാസമുണ്ട്, കോമൺ ഡിഫറൻസ് അല്ലെ? എണ്ണൽ സംഖ്യകളുടെ ആ ഒരു സീരീസ് എഴുതുമ്പോൾ അതിൽ ഓരോ പദങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1. മനസ്സിലായോ? അപ്പൊ എണ്ണൽ സംഖ്യകൾ അഥവാ കൗണ്ടിങ് നമ്പേഴ്സ്, നിസ്സർഗ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ്. ഇത് എവിടെ തുടങ്ങുന്നു എന്ന് വെച്ചാൽ 1-ൽ തുടങ്ങുന്നു. 1, 2, 3 എന്നുള്ള രീതിയിൽ മുകളിലേക്ക് എഴുതി പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും ചെറുത് ആരാണ്? സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ സ്മോളസ്റ്റ് കൗണ്ടിങ് നമ്പർ ആരാണ്? 1 ആണ്. ഇതിന്റെ പൊതു വ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് എന്താണ്? 1 ആണ്. ഓക്കെ, ഇതിന് 2 സബ് കാറ്റഗറീസ് ഉണ്ട്. ഇതിന് 2 ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതാരാണ്? ഒരു ഗ്രൂപ്പ് ഒറ്റ സംഖ്യകൾ എന്നാണ് അല്ലെ? ആദ്യത്തെ ഗ്രൂപ്പിനെ നമുക്ക് ഒറ്റ സംഖ്യകൾ എന്ന് വിളിക്കാം. രണ്ടാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഇരട്ട സംഖ്യകൾ എന്നും വിളിക്കും. ശരിയല്ലേ? പിടികിട്ടിയോ? അപ്പൊ എണ്ണൽ സംഖ്യകൾ അഥവാ നിസ്സർഗ സംഖ്യകൾക്ക് 2 പാർട്ടാണുള്ളത്. ഒറ്റ എണ്ണൽ സംഖ്യകൾ, ഇരട്ട എണ്ണൽ സംഖ്യകൾ, അല്ലെങ്കിൽ ഒറ്റ നിസ്സർഗ സംഖ്യകൾ, ഇരട്ട നിസ്സർഗ സംഖ്യകൾ അല്ലെ? ഒറ്റ സംഖ്യകളെ നമ്മൾ ഓഡ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുക. ഇരട്ട സംഖ്യകളെ നമ്മൾ ഈവൻ നമ്പേഴ്സ് എന്നാണ് വിളിക്കുക. ഈ ഒറ്റ സംഖ്യകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? ആരൊക്കെയാ? 1, 2, 3 അങ്ങനെയാണോ? അല്ല. 1, 3, 5, 7 ഇങ്ങനെ പോകുന്ന ഒറ്റ സംഖ്യകളും 2, 4, 6, 8 എന്നിങ്ങനെ പോകുന്ന ഇരട്ട സംഖ്യകൾ. അപ്പൊ 2 ഗ്രൂപ്പാണ്. ഒന്ന് ഒറ്റ സംഖ്യകളും അടുത്ത ഗ്രൂപ്പ് ഇരട്ട സംഖ്യകളും. തെറ്റിപ്പോകരുത്. അപ്പൊ എണ്ണൽ സംഖ്യകൾ അഥവാ നിസ്സർഗ സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ എന്ന് വെച്ചാൽ കൗണ്ടിങ് നമ്പേഴ്സ് ആണ്. നിസ്സർഗ സംഖ്യകൾ എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതെങ്ങനെയാണ്? 1, 2, 3, 4 ഇങ്ങനെ പോവാണ് അല്ലെ? ഇതിൽ ഏറ്റവും ചെറുതാരാണ് എന്ന് ചോദിച്ചാൽ അത് 1 ആണ്. ഓക്കെ, അതുപോലെ കോമൺ ഡിഫറൻസ് ആരാണ്? പൊതു വ്യത്യാസം ആരാണെന്ന് വെച്ചാൽ അതും 1 ആണ്. ഇനി ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ് 1, 3, 5, 7 എന്നിങ്ങനെ പോകുന്ന സംഖ്യാ ഗ്രൂപ്പാണ്. അതുപോലെ ഇരട്ട സംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 4, 6, 8 എന്നിങ്ങനെ പോകുന്ന സംഖ്യകളാണ്. ഓക്കെ ആണല്ലോ? ഇത് അറിയാത്ത ആൾക്കാർ ആരും ഇല്ലല്ലോ. ഇത് എണ്ണൽ സംഖ്യയുടെ 2 സബ് ഗ്രൂപ്പാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? അഖണ്ഡ സംഖ്യകൾ അല്ലെ? എപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. അഖണ്ഡ സംഖ്യകളെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ. അപ്പൊ എന്താണ് അഖണ്ഡ സംഖ്യകൾ എന്ന് വെച്ചാൽ നമ്മുടെ എണ്ണൽ സംഖ്യകളോടൊപ്പം 0 കൂടി ചേർത്ത് പഠിക്കുക കേട്ടോ. അപ്പൊ എവിടെ സ്റ്റാർട്ട് ചെയ്യും? എണ്ണൽ സംഖ്യകൾ 1-ലാണ് തുടങ്ങുന്നതെങ്കിൽ അഖണ്ഡ സംഖ്യകൾ തുടങ്ങുന്നത് 0-ലാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 0, 1, 2, 3, 4 ഇങ്ങനെ പോവാണ് അല്ലെ? ഇതിൽ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏത്? ഏറ്റവും ചെറുതാരാണ് എന്ന് ചോദിച്ചാൽ അത് 0 ആണ്. ഇവിടെ നമുക്ക് അഖണ്ഡ സംഖ്യകളുടെ പൊതു വ്യത്യാസം എന്നൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും വരുന്നത്? എണ്ണൽ സംഖ്യകൾ പോലെ തന്നെയാണ് അഖണ്ഡ സംഖ്യകളുടെയും പൊതു വ്യത്യാസം 1 ആണ്. 1 ഇതാണ് കൂടി പോവാ. അപ്പൊ എന്താണ് ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ എന്ന് ചോദിച്ചാൽ 0, 1, 2, 3, 4 എന്ന ക്രമത്തിൽ എഴുതുന്ന സംഖ്യാശ്രേണിയാണ്. ഇതിൽ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് 0 ആണ്. ഇവിടുത്തെ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. അപ്പൊ എന്താണ് എണ്ണൽ സംഖ്യകൾ? എണ്ണൽ സംഖ്യകളുടെ 2 സബ് കാറ്റഗറി പഠിച്ചു. പിന്നെ അഖണ്ഡ സംഖ്യകൾ അഥവാ ഹോൾ നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഞ്ഞു ചോദ്യം നോക്കാം കേട്ടോ. അഖണ്ഡ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? നമ്മുടെ പിള്ളേരൊക്കെ ഒരുപാട് ടെൻഷനായി പോകുന്ന ഒരു ചോദ്യമാണ് അല്ലേ? ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം
അപ്പൊ ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എഴുതി തുടങ്ങുമെന്ന് ആദ്യം ചിന്തിക്കുക. എവിടെ തുടങ്ങും? 0 തുടങ്ങും അല്ലേ? അപ്പൊ 0 കഴിഞ്ഞിട്ട് അടുത്ത ആര് വരണം? 1 വരണം. അത് കഴിഞ്ഞിട്ടോ 2 വരണം. അത് കഴിഞ്ഞിട്ടോ 3 വരണം. ഇങ്ങനെ എവിടെ വരെ വരണം? 15 വരെ എന്ന് വിചാരിക്കരുത്, 14 വരെ. കേട്ടോ? അപ്പൊ ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 0 തുടങ്ങി 14 വരെ. നിങ്ങളോട് ചോദിക്കുകയാണ് ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകൾ. അപ്പൊ 0 തുടങ്ങി 99 വരെ. അങ്ങനെയാണ്, ശരിയല്ലേ? എന്നാൽ ഇവിടെ ഗുണനബലമാണ് ചോദ്യം, അല്ലെ? ഗുണിച്ചെഴുതുക എന്നാണ്. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ അഖണ്ഡ സംഖ്യ തന്നെ 0. 0ന്റെ ഒരു സവിശേഷ സ്വഭാവം, എത്ര വലിയ സംഖ്യയോട് 0ത്തെ ഗുണിച്ചെഴുതിയാലും നമുക്ക് റിസൾട്ട് 0 തന്നെ കിട്ടുള്ളൂ, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ആദ്യത്തെ 15 അഖണ്ഡ സംഖ്യകൾ എന്ന് ചോദിച്ചാലോ ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകൾ എന്ന് ചോദിച്ചാലോ 1000 എണ്ണം എന്ന് തന്നെ ചോദിച്ചാലോ അവരുടെ പ്രോഡക്റ്റ് അഥവാ ഗുണനബലം ഉറപ്പായിട്ടും ആര് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. പിടികിട്ടിയോ? അപ്പൊ നമ്മൾ എത്ര അഖണ്ഡ സംഖ്യകൾ എടുത്താലും ഈ അഖണ്ഡ സംഖ്യകളുടെ എല്ലാം ഗുണനഫലം എടുക്കുമ്പോൾ ആദ്യത്തെ അഖണ്ഡ സംഖ്യ അതിൽ പെട്ടിട്ടുണ്ടോ അവരുടെ ഗുണനഫലം എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ? 225, ശരിയല്ലേ? അതുപോലെ 0, 1, 0, 1, 0, 1, അല്ലെ? ഒരുപാട് വലിയ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇവിടെ നമ്മൾ ഇത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമേ വരുന്നില്ല, അല്ലെ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഉത്തരം ആരാ? 0. കുഴപ്പമില്ലല്ലോ, അതൊരു സിമ്പിൾ ചോദ്യ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടൊന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് ഒറ്റ സംഖ്യകൾ? നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ, ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സിനെ കുറിച്ച് നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഒറ്റ സംഖ്യകൾ എന്ന് ചോദിച്ചാൽ എണ്ണൽ സംഖ്യകളുടെ ഒരു പാർട്ടാണ്, അല്ലെ? അതിൽ എവിടെ തുടങ്ങും? 1 തുടങ്ങും. പിന്നെ വരുന്ന ആരാ? 3 ആണ്. പിന്നെ 5, പിന്നെ 7, അല്ലെ? ഇങ്ങനെ ഒന്നിടവിട്ട സംഖ്യകളെ എഴുതി എഴുതി പോകുമ്പോൾ നമുക്ക് ഒറ്റ സംഖ്യകളുടെ ശ്രേണി കിട്ടും. ഇതിൽ ഏറ്റവും ചെറുതായിട്ടുള്ള ഒറ്റ സംഖ്യ ആരാന്ന് വെച്ചാൽ അത് 1 എന്ന് പറയണം. ഓക്കെ. അതുപോലെ ഇതിനകത്ത് ഈ ഒറ്റ സംഖ്യകൾക്ക് നമുക്കൊരു പൊതുവ്യത്യാസം കിട്ടുമോ? പൊതുവ്യത്യാസത്തെ കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് 2 ആയിരിക്കും. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1 ആണ്, അവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. മറന്നോല്ലേ? ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1 ആണ്, പൊതുവ്യത്യാസം 2 ആണ്. ഓക്കെ ആണേ? ഇനി ഈ ഒറ്റ സംഖ്യകളുടെ വേറെ എന്തെങ്കിലും ഒരു സവിശേഷത നമുക്ക് ആവശ്യമുണ്ടോ? ഒറ്റ സംഖ്യകൾ ഒന്നിടവിട്ട ആൾക്കാരാണ്, 1ലാണ് തുടങ്ങുന്നത്, ശരിയല്ലേ? ഈ പൊതുവ്യത്യാസം 2 എന്ന് പറയുന്നത് ഒന്ന് എഴുതി വെച്ചോട്ടാ, ഇടയ്ക്ക് അങ്ങനെ ചോദിക്കാറുണ്ട്. ഒറ്റ സംഖ്യകളുടെയും എണ്ണൽ സംഖ്യകളുടെയും ഒക്കെ പൊതുവ്യത്യാസം നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത്. ഓക്കെ. ഇനി ഈ ഒറ്റ സംഖ്യകളുടെ തുകയെ കുറിച്ച് നമ്മളോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇരട്ട സംഖ്യകളുടെ തുകയെ കുറിച്ച് ചോദിക്കാറുണ്ട്, എണ്ണൽ സംഖ്യകളുടെ. അതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ തൽക്കാലം എന്താണ് ഒറ്റ സംഖ്യകൾ എന്ന് അറിയുക. ഒറ്റ സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താ? എണ്ണൽ സംഖ്യകളുടെ സബ് കാറ്റഗറിയിൽ ആദ്യത്തേതാണ് ഒറ്റ സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ്. എവിടെ തുടങ്ങുന്നു എന്ന് വെച്ചാൽ 1 തുടങ്ങും, 3, 5, 7, 9 അങ്ങനെ പോകുന്നുണ്ട്. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ആരാണ്, അല്ലെ? ഒറ്റ സംഖ്യകളിൽ ഏറ്റവും ചെറുതാരാണ് എന്ന് ചോദിച്ചാൽ അത് 1 ആണ്. അവിടുത്തെ പൊതുവ്യത്യാസം എന്താണ്? ഒറ്റ സംഖ്യകളുടെ പൊതുവ്യത്യാസം, തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും 2 ആയിരിക്കും, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇരട്ട സംഖ്യകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് ഇരട്ട സംഖ്യകൾക്ക് നമ്മൾ പറയുന്ന മറ്റൊരു പേര്? ഈവൻ നമ്പേഴ്സ്, അല്ലെ? അപ്പൊ അതെവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2ൽ തുടങ്ങും. ഈ പറഞ്ഞ പോലെ ഒന്നിടവിട്ട സംഖ്യകൾ 2, 4, 6, 8, 10, 12 എന്നിങ്ങനെ പോകുന്ന സീരീസ് ആണ്. ഇതാണ് എന്ത്? ഇരട്ട സംഖ്യകൾ, അല്ലെ? ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ആരാണ്? 2 ആണ്. ഇവിടെയും പൊതുവ്യത്യാസം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ചോദിച്ചാൽ, അല്ലെ? പൊതുവ്യത്യാസം, ഇരട്ട സംഖ്യകളുടെ തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്ന ആരാ? അതും 2 ആണ്. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ 2 ആണ്, പൊതുവ്യത്യാസം 2 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇരട്ട സംഖ്യകൾ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകളുടെ ഒരു സബ് കാറ്റഗറിയാണ് ഇരട്ട സംഖ്യകൾ. ഇനി നമുക്ക് എന്താണ് പൂർണ്ണസംഖ്യകൾ എന്ന് പറയാം. പൂർണ്ണസംഖ്യകൾ എന്ന് വെച്ചാൽ എത്ര ഉള്ളടാ? നമ്മളിപ്പോ പറഞ്ഞല്ലോ, അഖണ്ഡ സംഖ്യകളെ കുറിച്ച് പറഞ്ഞല്ലോ. അഖണ്ഡ സംഖ്യകൾ ആരാ? 0, 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന സംഖ്യകളാണ്.
ഈ പൂജ്യത്തിന് മുമ്പ് ചില സാങ്കല്പിക സംഖ്യകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഏറ്റവും ചെറിയ സംഖ്യയായിട്ട് നമ്മൾ പൊതുവെ പൂജ്യത്തെ എടുക്കുന്നുണ്ടെങ്കിലും പൂജ്യത്തിനേക്കാൾ താഴെയുള്ള ചില സംഖ്യകൾ -1 അല്ലെ, -2, -3 അല്ലെ, -4 ഇങ്ങനെ പോകുന്ന സംഖ്യകൾ കൂടി പെടുന്നുണ്ട്. ഇപ്പൊ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അനന്തമായി നെഗറ്റീവ് സംഖ്യകൾ പോകുന്നുണ്ട്. അതുപോലെ പൂജ്യത്തിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ വലത് ഭാഗത്തേക്ക് പോകുമ്പോൾ അനന്തമായിട്ട് ആര് പോകുന്നുണ്ട്, പോസിറ്റീവ് സംഖ്യകൾ പോകുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒന്ന് നമ്മൾ ഈ എഴുതിയതിനകത്ത് എവിടെയെങ്കിലും ഒരു ദശാംശ സംഖ്യയോ ഒരു ഭിന്നസംഖ്യയോ ഉണ്ടോ? ഇല്ല. അപ്പൊ ദശാംശമോ ഭിന്നമോ ഒന്നും കൂടാതെ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ പൂർണ്ണസംഖ്യകൾ എന്ന പേരിൽ വിളിക്കാം. അപ്പൊ പൂർണ്ണസംഖ്യകൾ അഥവാ നമുക്ക് അവരെ എന്ത് വിളിക്കാം, ഇന്റിജേഴ്സ് എന്ന് വിളിക്കാം കേട്ടോ. പൂർണ്ണസംഖ്യകൾക്ക് നമ്മൾ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടേം എന്താണ്, ഇന്റിജേഴ്സ് എന്നാണ്. ഇന്റിജേഴ്സിനകത്ത് എന്ത് വരാൻ പാടില്ല, പൂർണ്ണസംഖ്യകൾ, പൂർണ്ണമായ സംഖ്യകൾ തന്നെ പാടുള്ളൂ. ദശാംശ സ്ഥാനങ്ങളോ ഭിന്നസംഖ്യാ രൂപങ്ങളോ അല്ലെ, 1.5, 1.25, 2.5, 2.25 അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. അവരൊന്നും പൂർണ്ണസംഖ്യ പാട്ടിൽ വരുന്നതല്ല. അപ്പൊ 0 മുതൽ മുകളിലേക്കുള്ള അഖണ്ഡ സംഖ്യകളും 0-ന് താഴേക്കുള്ള നെഗറ്റീവ് പൂർണ്ണസംഖ്യകളും ന്യൂനസംഖ്യകളും ചേർന്നിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് പൂർണ്ണസംഖ്യകൾ അഥവാ ഇന്റിജേഴ്സ്. താരൊക്കെ വരുന്നുണ്ടെന്ന് ഓർക്കുക. പോസിറ്റീവ് പൂർണ്ണസംഖ്യകൾ, നെഗറ്റീവ് പൂർണ്ണസംഖ്യകൾ, അതിനോടൊപ്പം 0 ഇത്രയും കൂടെ ചേർന്നാൽ നമ്മൾ പറയുന്ന പേരാണ് പൂർണ്ണസംഖ്യകൾ. ആരൊക്കെ അതിനകത്ത് വരുന്നുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള പൂർണ്ണസംഖ്യകൾ, നെഗറ്റീവ് ആയിട്ടുള്ള പൂർണ്ണസംഖ്യകൾ, അതിനോടൊപ്പം ആരെയും നമ്മൾ എടുക്കും, 0 അല്ലെ. ഇവരെ 3 കാറ്റഗറിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പൂർണ്ണസംഖ്യകൾ അഥവാ ഇന്റിജേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഭിന്നക സംഖ്യകളും അഭിന്നക സംഖ്യകളും എന്താണെന്ന് പറയാം അല്ലെ. ഭിന്നക സംഖ്യകൾ എന്ന് വെച്ചാല് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേര് റാഷണൽ നമ്പേഴ്സ് എന്നാണ് കേട്ടോ, റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അഭിന്നക സംഖ്യകൾ എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും, ഇറാഷണൽ ആയിരിക്കും, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ ഭിന്നകം അതുപോലെ അഭിന്നകം കേട്ടോ. അപ്പൊ റാഷണൽ ആൻഡ് ഇറാഷണൽ. അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഭിന്നക സംഖ്യകൾ എന്താണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഭിന്നക സംഖ്യകൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, P/Q രൂപത്തിൽ എഴുതാൻ പറ്റുന്നു, ഇങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ A/B രൂപത്തിൽ എഴുതാൻ പറ്റുന്നു. ഓക്കെ, ഇതിൽ ആര് Q എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഇല്ലേ, എവിടാ, ഛേദസംഖ്യ അല്ലെ. ഭിന്നസംഖ്യാ രൂപത്തിലാണ് നമ്മൾ അംശവും ഛേദമായിട്ട് പറയുക. അത് തന്നെയാണ് റാഷണലിന്റെയും സ്ട്രക്ചർ. P/Q രൂപത്തിൽ എഴുതാൻ പറ്റണം. Q ഒരിക്കലും എന്താകാൻ പാടില്ല, 0 ആവാൻ പാടില്ല, എന്നാൽ അതിന്റെ മൂല്യത്തിൽ വ്യത്യാസം വരും. അപ്പൊ ഇതിന് താഴെയുള്ള മൂല്യം എന്താകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. മനസ്സിലായോ? അങ്ങനെ ആയിപ്പോയാൽ അതിന്റെ രൂപം മാറും, അതിന്റെ സ്വഭാവം തന്നെ മാറും. ഇത്തരത്തിലുള്ള സംഖ്യകളെയാണ് നമ്മൾ ഭിന്നക സംഖ്യകൾ എന്ന് വിളിക്കുക. ഈ രൂപത്തിൽ എഴുതാൻ പറ്റുക എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, പൂർണ്ണമായി നമുക്കൊരു വില നൽകാൻ കഴിയുന്ന, വിലയുള്ളത് എന്നോർത്താൽ മതി. കൃത്യമായി ഒരു വിലയുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കൃത്യമായ വിലയുള്ള സംഖ്യകളെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഭിന്നക സംഖ്യകൾ. ശരിയല്ലേ? ഇനി എന്താണ് അഭിന്നക സംഖ്യകൾ എന്ന് പറയാം. അഭിന്നക സംഖ്യകൾ എന്ന് വെച്ചാൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റാ. ഭിന്നക സംഖ്യകൾക്ക് കൃത്യമായ വിലയുള്ളതുപോലെ അഭിന്നക സംഖ്യകൾക്ക് കൃത്യമായ വിലയില്ല. കൃത്യമായ വിലയില്ലാത്തത്, വില ഇല്ലാത്തത്. മനസ്സിലാക്കിക്കോണേ. ഓക്കെ ആണേ. കൃത്യമായ വിലയുള്ളതും കൃത്യമായ വിലയില്ലാത്തതും എന്ന് വെച്ചാൽ P/Q രൂപത്തിൽ എഴുതാൻ പറ്റാത്ത സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയാ, അഭിന്നക സംഖ്യകൾ എന്ന് പറയാം അല്ലെ. ഇപ്പോ ഭിന്നക സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലായിട്ട് പറയുന്ന നമ്മുടെ പൂർണ്ണസംഖ്യകളെല്ലാം ഭിന്നക സംഖ്യകളാണ് അല്ലെ. അതുപോലെ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന ഭിന്നസംഖ്യാ രൂപങ്ങളെല്ലാം ഭിന്നക സംഖ്യകളാണ്. എന്നാൽ ഈ കൃത്യമായി വില നിർണ്ണയിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. നമ്മളിപ്പോ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പൈ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലേ, ഒരു ഐഡന്റിറ്റിയാണ്. അപ്പൊ പൈ ആയിട്ട് നമ്മൾ പറയുന്നത് എന്താ, പൈക്ക് 3.14 ആണ് മൂല്യം എന്ന് പറയാറുണ്ട്. ഇത് ഏകദേശ വിലയാണെന്ന് എപ്പോഴും എടുത്ത് നമ്മൾ പറയാറുണ്ട് അല്ലേ. ഏകദേശ വില, യഥാർത്ഥ മൂല്യമല്ല. ഇതിനെ തന്നെ നമ്മൾ 22/7 എന്നും വിളിക്കാറുണ്ട് സാഹചര്യത്തിനനുസരിച്ച്. പക്ഷെ അതും കൃത്യമായ വിലയല്ല, മനസ്സിലാക്കിക്കോ. അപ്പൊ പൈ എന്നതിന് കൃത്യമായ ഒരു വില നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ √2 അല്ലെ,
അപ്പൊ നമ്മളോട് √4 കണ്ടുപിടിക്കാൻ പറയുകയാണെന്ന് വിചാരിക്കും. √4 എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ്, എല്ലാവർക്കും അറിയാം അല്ലെ. ഇപ്പൊ √9 എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ്? 3 ആണ്. അപ്പൊ ഇവർക്കെല്ലാം മൂല്യം ഉണ്ട്. എന്നാൽ ഈ റൂട്ടിനുള്ളിൽ വരുന്ന നമ്പർ ഇപ്പൊ എക്സാമ്പിൾ 2 ആണെന്ന് വെച്ചോ. നേരത്തെ ഇപ്പോ √1 ആണ് എടുക്കുന്നതെങ്കിൽ എന്ത്? 1ന് റൂട്ട് ഉണ്ടല്ലേ, 1ന്റെ സ്ക്വയർ റൂട്ട് 1 തന്നെയാണ്. പക്ഷെ 2 എന്ന് പറയുന്ന നമ്പറിന് നമുക്ക് കൃത്യമായ ഒരു റൂട്ട് നിർണ്ണയിക്കാൻ പറ്റില്ല. നമ്മളൊരു ഏകദേശ വിലയാണ് എടുക്കുന്നത്. ഇപ്പൊ 3 എന്ന് പറയുന്ന സംഖ്യക്ക് കൃത്യമായി നമുക്കൊരു സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ 5 എന്ന് പറയുന്ന സംഖ്യക്ക് കൃത്യമായ ഒരു സ്ക്വയർ റൂട്ട് എടുക്കാം. അങ്ങനെ കൃത്യമായി നമുക്ക് വില നിർണ്ണയിക്കാൻ കഴിയാത്ത ആളുകളെല്ലാം നമ്മൾ അഭിന്നക സംഖ്യകൾ അഥവാ ഇറാഷണൽസ് എന്ന് വിളിക്കും അല്ലെ. അതുപോലെ കൃത്യമായി വില നിർണ്ണയിക്കാൻ പറ്റുന്നവരെ നമ്മൾ റാഷണൽ അഥവാ ഭിന്നക സംഖ്യകൾ എന്നും വിളിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ കൃത്യമായി വിലയുള്ളതിനെ ഭിന്നക സംഖ്യ എന്നും കൃത്യമായി വിലയില്ലാത്തതിനെ നമ്മൾ അഭിന്നക സംഖ്യ എന്നുമാണ് പറയാറുള്ളത്. ഓക്കെ, വിലയില്ല എന്നല്ല, വില ഏകദേശ വില മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അങ്ങനെ കൃത്യമായ വില നിർണ്ണയിക്കാൻ പറ്റാത്തവരെയാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തുന്നത്? അഭിന്നക സംഖ്യയിലേക്ക് പെടുത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അഭിന്നക സംഖ്യയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാട്ടോ. താഴെ പറയുന്നവയിൽ അഭിന്നകം ഏത് എന്നാണ്. അപ്പൊ ഓപ്ഷൻസിലേക്ക് നമുക്ക് പോവാം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. 1.121212 ഇങ്ങനെ പോവാണ്, എക്സെട്രാ കിടക്കുന്നുണ്ടോ. അതുപോലെ അടുത്തൊരെണ്ണം 1.12 എന്നാണ്. അടുത്തൊരെണ്ണം വന്നിരിക്കുന്നത് √4 എന്നാണ്. അടുത്തത് വന്നിരിക്കുന്ന 1.12122122 ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഏതാണ് അഭിന്നക സംഖ്യ? കൃത്യമായി വില നിർണ്ണയിക്കാൻ പറ്റാത്തത് എന്ന് നമ്മളിപ്പോ പറഞ്ഞു. അപ്പൊ നമ്മൾ ഭിന്നസംഖ്യകളെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് ക്ലിയർ ആവും. ഇവിടെ നമുക്ക് ഓപ്ഷൻ സി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് നമ്മുടെ കണ്ണിൽ തടയും. അതായത് √4 എന്ന് പറയുന്ന ആരാ? 2 ആണ്. അപ്പൊ അതിന് കൃത്യമായൊരു മൂല്യം ഉണ്ട് അല്ലെ. ഇപ്പൊ 1.12 എന്ന് പറഞ്ഞൊരു മൂല്യം ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ 112/100 എന്ന് എഴുതാം. കണ്ടോ? എന്തുകൊണ്ടാ? ഇതിൽ 2 ദശാംശ സ്ഥാനങ്ങൾ ഉള്ളത് കാരണം 112 അവിടെ എഴുതുക. 2 ദശാംശത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് കൊടുക്കുക? 100 എന്ന് കൊടുക്കുക. അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു പൂർണ്ണസംഖ്യാ ഭാഗമുണ്ട്, ഇതിനൊരു ഭിന്നസംഖ്യാ ഭാഗമുണ്ട്. അപ്പൊ അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 എന്ന് പറയുന്ന പൂർണ്ണസംഖ്യാ ഭാഗം നമുക്ക് അതുപോലെ തന്നെ എഴുതാം. അടുത്ത ഭിന്നസംഖ്യാ ഭാഗത്തിലേക്ക് വരുമ്പോൾ 0.121212 അങ്ങനെയാണ് പോവാണ്. അപ്പൊ 1ഉം 2ഉം ആണ് അവിടെ ആവർത്തിക്കുന്നത്. അതായത് 2 ഡിജിറ്റ് ആവർത്തിക്കുന്നു. അപ്പൊ 2 ഡിജിറ്റ് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ താഴെ 29 എഴുതുക. 1 ഡിജിറ്റ് മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ എങ്കിൽ കേട്ടോ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഭിന്നസംഖ്യ പഠിക്കുന്ന സമയത്ത് പറയും, അല്ലെങ്കിൽ ദശാംശ സംഖ്യ പഠിക്കുന്ന സമയത്ത് പറയും. അപ്പൊ തൽക്കാലം ഇതാ ഇങ്ങനെ ഒരു സ്ട്രക്ചറിൽ എഴുതാൻ പറ്റും എന്ന് ഓർത്തോണം കേട്ടോ. ആവർത്തിച്ച് പോകുന്ന ആൾക്കാരെ പോലും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്നാൽ താഴെ ഓപ്ഷൻ ഡിയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇതിന് കൃത്യമായ ഒരു സ്ട്രക്ചർ ഇല്ല. 1 പോയിന്റ് ആദ്യം 1-2 വന്നു, അത് കഴിഞ്ഞ് 1-2-2 വന്നു, ശ്രദ്ധിച്ചായിരുന്നോ? അത് കഴിഞ്ഞ് 1-2-2-2 കണ്ടോ, 3 എണ്ണം വന്നു. അപ്പൊ ഇനി അടുത്ത എത്ര എണ്ണം വരും? 4 എണ്ണം വരും. അപ്പൊ അതിന് കൃത്യമായൊരു ക്രമം ഇല്ല അല്ലെ. ഇതിങ്ങനെ കൂടി 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 വന്നുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോം ആക്കി എടുക്കാൻ അല്ലെങ്കിൽ കൃത്യമായൊരു നമ്പറിലേക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇതൊരു അഭിന്നക സംഖ്യയാണ് എന്ന് വിളിക്കാം. നമ്മുടെ ആൻസർ ഇതാണ്. തന്നിട്ടുള്ളവയിൽ ബാക്കി 3 പേരും എന്താണ്? കൃത്യമായി വില നിർണ്ണയിക്കാൻ പറ്റുന്ന ആൾക്കാരും, എന്നാൽ ഈ ഒരാൾ മാത്രം, ഓപ്ഷൻ ഡിയിലുള്ള ആൾ മാത്രം എന്താണ്? വില നിർണ്ണയിക്കാൻ പറ്റാത്ത ആളുമാണ്. അപ്പൊ അയാളെ നമ്മൾ എന്ത് വിളിച്ചു? അഭിന്നക സംഖ്യ എന്ന് വിളിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. എന്താണ് സംഖ്യാരേഖ അല്ലെ? എന്താണ് സംഖ്യാരേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ജസ്റ്റ് 0 എന്ന് പറയുന്ന സംഖ്യയും അതിന് മുകളിലേക്കുള്ള അക്കങ്ങളും അല്ലെ, അതുപോലെ താഴേക്കുള്ള അക്കങ്ങളും. അപ്പൊ മുകളിലേക്കുള്ള അക്കങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? പോസിറ്റീവ് അക്കങ്ങൾ അഥവാ അതിസംഖ്യകൾ അല്ലെ. പോസിറ്റീവ് സംഖ്യകൾ അഥവാ അതിസംഖ്യകൾ എന്ന് വിളിക്കും. താഴേക്ക് 0ന് താഴേക്കുള്ള സംഖ്യകളെ നമ്മൾ എന്ത് വിളിക്കും? നെഗറ്റീവ് സംഖ്യകൾ അഥവാ ന്യൂനസംഖ്യകൾ എന്ന് വിളിക്കും. 2 കാറ്റഗറിയാണ്. ഒരു ഏരിയ പോസിറ്റീവ് സംഖ്യകൾ അഥവാ അതിസംഖ്യകളും, അടുത്ത ഏരിയ നെഗറ്റീവ് സംഖ്യകൾ അഥവാ ന്യൂനസംഖ്യകളുമാണ് അല്ലെ. ഇവിടെ ശ്രദ്ധിക്കുക, അവിടെ ആര് വന്നിട്ടുണ്ട്? 0 എന്ന് പറയുന്ന മിഡിൽ പോയിന്റും ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് അല്ലെ. അപ്പൊ ഇവരെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രേഖയാണ് സംഖ്യാരേഖ.
അപ്പൊ ഇതില് ഈ കാണുന്ന പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ കാണുന്ന ആൾക്കാർ മാത്രമല്ല, മറ്റ് ചില ആൾക്കാർ കൂടിയുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0നും 1നും ഇടയിൽ എത്ര സംഖ്യകളുണ്ട്? എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അനേകം സംഖ്യകളുണ്ട്. ഇപ്പൊ 0നും 1നും ഇടയിലുള്ള ഒരു സംഖ്യ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ 1/2 എന്ന് പറയാം. അര അല്ലെ, ഇത് നമുക്ക് വേണമെങ്കിൽ 0.5 എന്ന് എഴുതാം. അതുപോലെ 1/4 ഉണ്ട് എന്ന് പറയാം. ഈ 1/4 അര, 1/4 എന്ന് പറയുമ്പോൾ 0.25 എന്ന് പറയാം അല്ലെ. അതുപോലെ 1/3 ഉണ്ട് എന്ന് പറയാം, ശരിയല്ലേ. അതുപോലെ 3/4 ഉണ്ട് എന്ന് പറയാം. അങ്ങനെ ഇതിൽ ഓരോ സംഖ്യാ ജോഡികൾക്കിടയിൽ ഇപ്പൊ 0നും 1നും ഇടയിൽ പറയുന്ന പോലെ തന്നെ ഇപ്പൊ 4നും 5നും ഇടയിൽ ആരുണ്ട്? 4.5 ഉണ്ട്, 4.25 ഉണ്ട്, 4.25 ഉണ്ട്. അങ്ങനെ 4നും 5നും ഇടയിൽ അനേകം സംഖ്യകളെ നമുക്ക് പറയാം. ഇത്തരത്തിൽ സംഖ്യാരേഖയിൽ ഓരോ ജോഡി സംഖ്യകൾക്കും അടുത്തടുത്തുള്ള ഓരോ ജോഡി പൂർണ്ണസംഖ്യകൾക്കിടയിലും അനേകം സംഖ്യകളുണ്ട് അല്ലെ. അതിൽ ആദ്യത്തെ സംഖ്യ അല്ലെ, ഇപ്പൊ 2 സംഖ്യകൾ നമ്മൾ ലിമിറ്റ് ആയിട്ട് പറയണം. ഇപ്പൊ 5ഉം 6ഉം പറയുകയാണെങ്കിൽ 5ന് ശേഷം അല്ലെങ്കിൽ 5നേക്കാൾ വലുതും 6നേക്കാൾ ചെറുതുമായ അനേകം സംഖ്യകളുണ്ട്. എത്ര എണ്ണം ഉണ്ട് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 7 കഴിഞ്ഞിട്ട് 8ലേക്ക് ചെല്ലുമ്പോൾ ആരൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ 7.1 ഉണ്ട് അല്ലെ. അതുപോലെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ 7.01 എഴുതാം അല്ലെ. അല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് 7. വേറെ ഒരു നമ്പർ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ 7.00000001 എന്ന് പറയാം. ഇതും 7നും 8നും ഇടയിലാണല്ലോ. അപ്പൊ എത്ര എണ്ണം ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ സംഖ്യാരേഖ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള അനേകം സംഖ്യകൾ അല്ലെ ഒരു രേഖയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അണിനിരത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ. ഈ സംഖ്യാരേഖയുടെ മിഡിൽ പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു എന്ന് പറയുന്നത് ഉറപ്പായിട്ട് ആരായിരിക്കും? നമ്പർ ലൈനിന്റെ മധ്യബിന്ദു ഉറപ്പായിട്ടും 0 ആയിരിക്കും. ഇതിന്റെ 0ന്റെ അല്ലെങ്കിൽ 0യുടെ വലതുഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരെ നമ്മൾ പോസിറ്റീവ് സംഖ്യകൾ അഥവാ അതിസംഖ്യകൾ എന്നും ഇടത് ഭാഗത്തേക്ക് പോകുന്ന സംഖ്യകളെ നമ്മൾ ന്യൂനസംഖ്യകൾ അഥവാ നെഗറ്റീവ് നമ്പേഴ്സ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ അല്ലേ. അപ്പൊ മധ്യബിന്ദു 0 ആണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എന്താണ്? അനേകം സംഖ്യകളുണ്ട്. 0ന് മുകളിലേക്കും ഉണ്ട്, 0ന് താഴേക്കും ഉണ്ട്. ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ഈ സംഖ്യകളെല്ലാവരെയും എവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് സംഖ്യാരേഖയിൽ? ഇപ്പൊ റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഈ റാഷണൽ നമ്പേഴ്സിന്റെ ഏകദേശ വില കിട്ടിയാൽ പോലും അതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്ക് ഏകദേശം പറയാൻ പറ്റും, ശരിയല്ലേ. അപ്പൊ അവർക്കെല്ലാം എവിടെ സ്ഥാനമുണ്ട്? സംഖ്യാരേഖയിൽ സ്ഥാനമുണ്ട്. അപ്പൊ നമുക്ക് അറിയുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ലൈൻ, അത് നമ്മൾ പറയുന്ന പേരാണ് സംഖ്യാരേഖ അല്ലെ. അപ്പൊ ഈ സംഖ്യാരേഖയിൽ ഉൾക്കൊള്ളുന്ന സംഖ്യകളെ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു പേര് വിളിക്കാം. അവരെ നമ്മൾ വിളിക്കുന്ന പേര്, സംഖ്യാരേഖയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും കൂടെ ചേർത്ത് നമുക്കൊരു പേര് വിളിക്കാം. അവരുടെ പേരാണ് രേഖീയ സംഖ്യകൾ. ഓർത്തോണം കേട്ടാ, രേഖീയ സംഖ്യകൾ കേട്ടാ. രേഖീയ സംഖ്യകൾ അഥവാ റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? രേഖീയ സംഖ്യകളെ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കാറുണ്ട് കേട്ടാ. സംഖ്യാരേഖയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സംഖ്യാരേഖയിൽ വലത്തേക്ക് പോകുന്തോറും മൂല്യം കൂടുകയും ഇടത്തേക്ക് വരുന്തോറും മൂല്യം കുറയുകയും ചെയ്യും. അതാണ് സംഖ്യാരേഖയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സംഖ്യാരേഖയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സംഖ്യകളെല്ലാം ജനറൽ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് രേഖീയ സംഖ്യകൾ അഥവാ റിയൽ നമ്പേഴ്സ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്കൊരു ചോദ്യം നോക്കാം. തന്നിരിക്കുന്നതിൽ ചെറുതേത്? സംഖ്യാരേഖയിലെ സംഖ്യകളെ തന്നിട്ട് നമ്മളോട് ചെറുതും വലുതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ സംഖ്യാരേഖയിലേക്ക് ഒന്ന് എന്നാലോ. സംഖ്യാരേഖയിൽ നിങ്ങൾക്ക് ഇപ്പൊ വലുതും ചെറുതും നോക്കാനായിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെ, 10ഉം 4ഉം തന്നു. വലുതേത്? വലുത് 10. ചെറുത് ആരാണെന്ന് വെച്ചാൽ 4ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് 0ഉം തന്നു, -6ഉം തന്നു. ആരാണ് ചെറുത്? -6 ആണ്. വലുത് 0 അല്ലെ. ഇപ്പൊ -1ഉം 0ഉം തന്നു. ആരാണ് വലുത്? 0 ആണ്. ചെറുതാരാ? -1 ആണ്, ശരിയല്ലേ. -10ഉം -3ഉം തന്നു. ആരാ വലുത്? -3 വലുതും -10 ചെറുതുമാണ്, ശരിയല്ലേ. ഓക്കെ അല്ലേ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. തന്നിരിക്കുന്നതിൽ ചെറുത് ഏത് എന്ന ചോദ്യത്തില് ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ, -10. അടുത്ത ഓപ്ഷൻ 2, അടുത്തയാൾ 5, അടുത്തയാൾ -6. ഇതിൽ ആരാണ് ചെറുത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം അല്ലെ. -10, 2, 5, -6. ഇതിൽ ആരാണ് ചെറുത്? അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇവരെ ഒന്ന് ഒരു നമ്പർ ലൈനിൽ അറേഞ്ച് ചെയ്ത് നോക്കൂ.
ഏറ്റവും വലത് ഭാഗത്ത് ആരായിരിക്കും ഇതിനകത്തുള്ളതിൽ? ഏറ്റവും വലത് ഭാഗത്ത് ഇതിൽ 5 ആയിരിക്കും. അതിന്റെ തൊട്ട് ഇടത് ഭാഗത്തേക്ക് 2 വരുന്നുണ്ടാവും. 2 കഴിഞ്ഞ് ഇടത്തേക്ക് നോക്കുമ്പോൾ അത് -6 വരുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഇടത്തേക്ക് -10 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒരു ക്രമം നോക്കിയാൽ മതി. വലത് ഭാഗത്തുള്ള ആള് വലുതും ഇടത് ഭാഗത്തുള്ള ആള് ചെറുതുമായിരിക്കും. അപ്പൊ ഈ 4 പേരെ അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും വലുതാര് എന്ന് ചോദിച്ചാൽ അത് 5 ആയിരിക്കും. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാര് എന്ന് ചോദിച്ചാൽ ആരാ? -10 ആയിരിക്കും. പിടികിട്ടിയോ? അപ്പൊ എ എന്നത് ഏറ്റവും ചെറുതാണ്. ഓക്കെ, ഇതില് 5 എന്നത് ഓപ്ഷൻ സി ആണ്. അതാരാണ്? ഏറ്റവും വലുതായിരിക്കും. തെറ്റായോ? അപ്പൊ ഈ കൂട്ടത്തിലെ ചെറുതേത് വലുതേത് എന്ന് മനസ്സിലായോ? അപ്പൊ ഈ 4 പേരുള്ളതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ആരാണ്? 5ഉം ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് -10 ആയിരിക്കും. സെറ്റായോ? അപ്പൊ ചെറുതാര് എന്ന ചോദ്യത്തിന് ഉത്തരം സെറ്റായി എന്ന് വിചാരിക്കട്ടെ. യെസ്. അങ്ങനെയാണെങ്കിലേ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. -100-നേക്കാൾ ചെറിയ സംഖ്യ ഏത്? അപ്പൊ -100-നേക്കാൾ ചെറുതായിട്ടുള്ള ഒരുപാട് സംഖ്യകളുണ്ട്. അതിൽ ഏത് എന്ന് നമ്മളോട് ചോദിക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഓപ്ഷൻസ് വേണ്ടേ? വേണം. നോക്കിക്കോ, ഓപ്ഷൻസ് ആരൊക്കെയാ? -10, 0, -200, 100 അല്ലെ? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം -100 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സംഖ്യയാണ്. ആരെക്കാൾ ചെറുതാ? 0-നേക്കാൾ ചെറുത്. ഒരിക്കലും 0 എന്ന് പറയുന്ന സംഖ്യ -100-നേക്കാൾ ചെറുതാവൂല. ഓക്കെ, ഇനി 0-നേക്കാൾ വലിയ സംഖ്യയാണ് ആര്? 100. അപ്പൊ എന്തായാലും 100ഉം -100-നേക്കാൾ ചെറുതാവൂല. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് ചെല്ലുമ്പോൾ 0 കഴിഞ്ഞ് നമ്മൾ -100ലേക്ക് സഞ്ചരിക്കുന്ന മധ്യത്തിൽ അല്ലെങ്കിൽ മാർഗമധ്യത്തിലാണ് ആരെ കാണുന്നത്? -10നെ കാണുന്നത് അല്ലെ? അപ്പൊ 0 കഴിഞ്ഞു, -10 കഴിഞ്ഞിട്ടേ എവിടെ എത്തും? നമ്മള് -100-ലെത്തും. അപ്പൊ -100-നേക്കാൾ വലുതാണ് ആര്? -10. അപ്പൊ അതുകൊണ്ട് അവനെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒരു -200 ഉണ്ട്. അത് പക്ഷെ ഉറപ്പാണ്. -200 സംഖ്യാരേഖയിൽ നോക്കുമ്പം ലെഫ്റ്റിലാണ്. ആരുടെ ലെഫ്റ്റിലാ? -100ന്റെ ലെഫ്റ്റിലാണ് -200 അല്ലടാ. ഓക്കെ, അപ്പൊ സംഖ്യാരേഖ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എപ്പോഴും -100-നേക്കാൾ വലുത് എന്ന് പറയുന്നത് അതിന്റെ വലത് സൈഡിലുള്ളതും ഇടത് സൈഡിലുള്ളത് ചെറുതുമായിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ -100-നേക്കാൾ ചെറുത് നോക്കുമ്പോൾ അതിന്റെ ഇടത് ഭാഗത്ത് വരാൻ സാധ്യതയുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അവൻ ആരാണ്? -200 ആണ്. അങ്ങനെ നമ്മൾ അവനെ ഫിക്സ് ചെയ്തു. കുഴപ്പമുണ്ടോ? സെറ്റായില്ലേ? അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാവോ? ചോദ്യം ഇങ്ങനെയാണ്. സംഖ്യാരേഖയിൽ -5 മുതൽ 6 വരെയുള്ള അകലം എത്ര എന്നാണ്. അപ്പൊ സംഖ്യാരേഖയില് ഈ സംഖ്യകൾ തമ്മിലുള്ള അകലം അഥവാ ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നാണ് കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസ് കണക്കാക്കാനായിട്ട് ഇപ്പൊ ഫോർമുലയൊക്കെ പഠിക്കുകയാണെങ്കിൽ എയും ബിയും തമ്മിലുള്ള അകലം എന്ത് എന്നറിയാൻ a-b അല്ലെ മോഡുലസ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുക. അല്ലെങ്കിൽ x-y മോഡുലസ് വാല്യൂ എടുക്കുക, അല്ലെ കേവല വില എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കാം, നമുക്ക് മോഡുലസ് ഓഫ് a-b, 2 സംഖ്യകൾ അല്ലെ മോഡുലസ് എടുക്കുക. മോഡുലസ് എന്ന് വെച്ചാൽ എന്താ? മോഡുലസ് അഥവാ കേവല വില എന്ന് വെച്ചാൽ എന്താ? ചിഹ്നമില്ലാതെ എഴുതുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇവിടെ 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ -35 കിട്ടിയെന്ന് വെച്ചോ. അപ്പൊ അതിന്റെ കേവല വില എന്ന് പറയുന്നത് അതിന്റെ ചിഹ്നമില്ലാത്ത വിലയാണ്. അത് 35 അല്ലേ? ഓക്കെ, അപ്പൊ സംഖ്യാരേഖയിൽ -5, 6 വരെയുള്ള അകലം, -5 മുതൽ 6 വരെയുള്ള അകലം ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് സംഖ്യയും ഇവിടെ ഒരു നെഗറ്റീവ് സംഖ്യയാണ്. ഇവിടെ നിന്ന് തന്നെ പഠിച്ചോണം. തന്നിട്ടുള്ള 2 സംഖ്യകൾ പോസിറ്റീവ് ആണെന്ന് വെച്ചോ. 2 പേരും പോസിറ്റീവ് ആണെന്ന് വെച്ചോ. അവർ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ 2 പേരും പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ 2 പേരും നെഗറ്റീവ് ആണെന്ന് ഇരിക്കട്ടെ. ഒന്നുകിൽ 2 സംഖ്യകളും പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ 2 പേരും നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഇവര് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താ അറിയോ? ആ 2 സംഖ്യകളുടെ വ്യത്യാസം കാണുക, ചിഹ്നമില്ലാതെ വ്യത്യാസം കാണുക, ഡിഫറൻസ് കേട്ടാ. അവരുടെ വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി, ചിഹ്നമില്ലാതെ ഡിഫറൻസ് എടുക്കുക. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10ഉം -10 കേട്ടോ, -10ഉം -25 തമ്മിലുള്ള അകലം എത്ര എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഈ 10, 25 മാത്രം എടുക്കുക, ചിഹ്നം നോക്കണ്ട. 2 പേരും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 25-ൽ നിന്ന് ജസ്റ്റ് 10 കുറയ്ക്കുക. 25-ൽ നിന്ന് 10 കുറച്ചാൽ 15 കിട്ടൂലേ? ഇതാണ് അവിടുത്തെ ഡിഫറൻസ്, വ്യത്യാസം അല്ലെങ്കിൽ അകലം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അവിടുത്തെ അകലം കണ്ടുപിടിച്ചു. ഇപ്പൊ നിങ്ങളോട് പറയാണ് 35-ഉം 64-ഉം തമ്മിലുള്ള സംഖ്യാരേഖയിലെ അകലം എത്ര?
എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, 64-ൽ നിന്ന് നമ്മൾ ആരെ കുറയ്ക്കുക? 35-നെ കുറയ്ക്കുക. മനസ്സിലായോ? അപ്പം 64-ൽ നിന്ന് ആരെ കുറയ്ക്കുന്നു? 35-നെ കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം 20. കണ്ടോ? ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റണം. പിടികിട്ടിയോ? അപ്പൊ രണ്ടുപേരും പോസിറ്റീവോ രണ്ടുപേരും നെഗറ്റീവോ ആയാൽ അവര് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ വെറുതെ നമ്മൾ എന്ത് ചെയ്യണ്ട? കേവല വിലയൊന്നും എടുത്ത് സമയം കളയണം. ഇനി ഇവർ രണ്ടുപേരുടെ ചിഹ്നം ഡിഫറൻ്റ് ആണെന്ന് വിചാരിക്കും. ഒരാള് പോസിറ്റീവും അടുത്തയാള് നെഗറ്റീവും ആണ് വരുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? രണ്ടുപേരെയും കൂടെ അങ്ങ് ആഡ് ചെയ്യണം. ചിഹ്നമില്ലാതെ ആഡ് ചെയ്യണം. ഒരാള് പോസിറ്റീവും ഒരാള് നെഗറ്റീവും ആണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -15-ഉം 10-ഉം തമ്മിലുള്ള അകലം നിങ്ങളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കേ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെന്ന് വിചാരിക്കും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട മക്കളെ, ഈ 15-ഉം 10-ഉം തമ്മിൽ കൂട്ടുക. 10-ഉം 15-ഉം കേട്ടോ, ചിഹ്നം തൊടരുത്. നമുക്ക് അകലം കണ്ടുപിടിക്കാൻ ആരെ വേണ്ട? ചിഹ്നം വേണ്ട. അപ്പൊ 15-നെയും 10-നെയും കൂടെ കൂട്ടിയിട്ട് 25 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പൊ സംഖ്യാരേഖയിൽ -5 മുതൽ 6 വരെയുള്ള അകലം ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞ അവസ്ഥയല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്ഷൻസും കൂടെ നമുക്കൊന്ന് നോക്കാം. 1, 5, 6, 11. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്കല്ല, ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സംഖ്യകൾ ആരൊക്കെയായിരുന്നു? ഒരാള് -5-ഉം അടുത്തയാള് 6. അപ്പൊ ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ട ഇതിന്റെ ചിഹ്നങ്ങൾ എങ്ങനെയാണ്? ഒരേപോലെയാണോ? സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു? തമ്മിൽ കുറച്ചാ മതി എന്ന് പറഞ്ഞു അല്ലെ? ചിഹ്നമില്ലാതെ കുറച്ചാ മതി എന്ന് പറഞ്ഞു അല്ലെ? ഇനി ഇതിനകത്ത് തന്നിരിക്കുന്ന ചിഹ്നങ്ങൾ ഡിഫറൻ്റ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പഠിച്ചേ ഉള്ളൂ. ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്യുമ്പം ഓർക്കണം, അതിനകത്ത് എന്ത് ചെയ്യരുത്? ചിഹ്നം കേട്ടോ. അതിനകത്ത് ഒരു കാരണവശാലും ചിഹ്നം ഉപയോഗിക്കരുത്. അപ്പൊ -5, 6-ഉം തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? അവരെ തമ്മിൽ കൂട്ടിയെഴുതുക. അപ്പൊ 5-നെയും 6-നെയും തമ്മിൽ കൂട്ടിക്കോ. 5ഉം 6ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമോ മക്കളെ? 11. കണ്ടോ? ഇപ്പൊ തന്നെ നമ്മൾ അതങ്ങൊന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും പരീക്ഷാ ഹാളിൽ ചെന്നിട്ട് ഇതിന്റെ മോഡുലസ് വാല്യൂ, കേവല വില അങ്ങനെ ഒന്നും ചെയ്ത് സമയം കളയണ്ട. പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുക. രണ്ട് സംഖ്യകളുടെയും ചിഹ്നം ഒരുപോലെയാണെങ്കിൽ ആ സംഖ്യകളെ തമ്മിൽ കുറച്ചെഴുതുക. രണ്ട് സംഖ്യകളുടെയും ചിഹ്നം ഡിഫറൻ്റ് ആണെങ്കിൽ ആ സംഖ്യകളെ തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടിയെഴുതുക. ഇത്രയും മാത്രം ഓർത്താൽ നമുക്ക് ഉത്തരം കിട്ടും. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ -5, 6-ഉം അകലെ എത്രയാണ് എന്ന ചോദ്യത്തിന് 11 എന്ന് ഉത്തരം എഴുതാം. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണ് രേഖീയ സംഖ്യകൾ എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതാട്ടാ. എന്താണ് രേഖീയ സംഖ്യകൾ അഥവാ റിയൽ നമ്പേഴ്സ് എന്ന് സംഖ്യാരേഖയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. സംഖ്യാരേഖയിൽ ഉൾക്കൊള്ളുന്ന എല്ലാ സംഖ്യകളെയും കേട്ടാ, സംഖ്യാരേഖയിൽ ഉൾക്കൊള്ളുന്ന എല്ലാ സംഖ്യകളെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് രേഖീയ സംഖ്യകൾ. അതിനകത്ത് എന്ത് വരും? സംഖ്യാരേഖയിലുള്ള എല്ലാ പൂർണ്ണസംഖ്യകളും നമ്മൾ എന്ത് പറയും? പൂർണ്ണസംഖ്യകൾ അഥവാ ഇൻഡിജേഴ്സ് എന്ന് തന്നെ പറയും. എന്നാൽ അതിനകത്ത് സംഖ്യാരേഖയിൽ ഉൾക്കൊള്ളുന്ന ദശാംശ സംഖ്യകൾ, ഭിന്നസംഖ്യകൾ, 0 അങ്ങനെയുള്ള എല്ലാവരെയും കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് രേഖീയ സംഖ്യകൾ അഥവാ റിയൽ നമ്പേഴ്സ്. എന്താണ് റിയൽ നമ്പേഴ്സ്? റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ എത്ര ഉള്ളൂ? സംഖ്യാരേഖയിൽ ഉൾക്കൊള്ളുന്ന അല്ലെ, സംഖ്യാരേഖയിൽ ഉൾപ്പെടുത്താവുന്ന എല്ലാ സംഖ്യകൾക്കും കൂടി കോമൺ ആയി വിളിക്കുന്ന പേരാണ് രേഖീയ സംഖ്യകൾ അഥവാ റിയൽ നമ്പേഴ്സ്. തെറ്റിപ്പോവോ? മറന്നു പോവോ? ഇല്ലല്ലോ. അപ്പൊ ഇൻഡിജേഴ്സ് എന്ന് വെച്ചാൽ അതിനകത്ത് പൂർണ്ണസംഖ്യകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ദശാംശം ഭിന്നമൊന്നും വരില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് ഈ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട തുകകളുടെ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞാണ്. എണ്ണൽ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകളൊക്കെ വരുമ്പം തുകകൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് കൂടി പഠിച്ചു വെക്കണം അല്ലെ? അപ്പൊ ആ കൂട്ടത്തിൽ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ, അതായത് നമ്മളോട് ചോദ്യം ഇങ്ങനെ ചോദിക്കും, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? അല്ലെങ്കിൽ ആദ്യത്തെ 50 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 50 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? അങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n × n + 1/2 എന്ന ഇക്വേഷൻ ഓർക്കുക.
അപ്പൊ ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ തുക കാണണമെന്ന് വിചാരിക്കും. അപ്പൊ n ആയിട്ട് നമ്മൾ എത്ര കൊടുക്കുക? 25 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവരുടെ തുക കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 25 ഇൻറ്റു 25നോട് 1 കൂട്ടറ മക്കളെ, 25 1 26/2 എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ, ഇപ്പൊ 26നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. 13 25 തമ്മിൽ ഗുണിച്ചാൽ മതി. 13 ഇൻറ്റു 25 അല്ലേ? 12 ഇൻറ്റു 25 അറിയാലോ 300 ആണ്. അപ്പൊ 13 ഇൻറ്റു 25 320 കണ്ടോ? ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. പിടികിട്ടിയോ? അപ്പൊ എണ്ണൽ സംഖ്യകളുടെ തുക ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ 1 മുതൽ 25 വരെയുള്ള എല്ലാ എണ്ണൽ സംഖ്യകളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും എന്ന് കണ്ടെത്താൻ നമ്മൾ 1 മുതൽ 25 വരെ എഴുതി കൂട്ടുകയല്ല ചെയ്യുന്നത്, ഓർക്കുക അല്ലെ? അപ്പൊ അതിനെന്താ ചെയ്യുന്നത്? നമ്മുടെ മാർഗം എന്താ? n ഇൻറ്റു n പ്ലസ് 1/2 എന്നാണ്. അപ്പൊ 25 പേരുണ്ടെങ്കിൽ 25 ഇൻറ്റു അല്ലെ 26 ഒന്നും കൂടെ കൂട്ടി /2 എന്നാണ്. 25നെ 13 കൊണ്ട് ഗുണിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇരട്ട സംഖ്യകളിലേക്ക് ചെല്ലാം. ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? അപ്പൊ ആദ്യത്തെ 25 ഇരട്ട സംഖ്യകൾ എന്ന് പറയുമ്പോൾ എവിടെ വരെ വരണം? 25 വരെ മതിയോ? പോരാ, അത് 50 വരെ വരണം അല്ലെ? 25 വരെ എടുത്താൽ പകുതി ഒറ്റയും പകുതി ഇരട്ടയായിരിക്കും അല്ലെ? അപ്പൊ 50 വരെ എടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇരട്ട സംഖ്യകൾ 25 കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഓർക്കുക ആരൊക്കെയാണ്? 2 4 6 8 അങ്ങനെ ഏതുവരെ? 50 വരെയാണ്. അപ്പൊ അത് കണ്ടെത്താൻ എന്താ മാർഗം? n ഇൻറ്റു n പ്ലസ് 1. അപ്പൊ എങ്ങനെ എഴുതുക? n 25 ആണ്. 25നോട് 1 കൂട്ടിയിട്ട് 26 എന്ന് എഴുതുക. 25 ഇൻറ്റു 25 625 ആണ്. അപ്പൊ 26 കൊണ്ട് ഗുണിക്കുമ്പോ ഇത് 650 എന്ന് കിട്ടും. പിടികിട്ടിയ? അപ്പൊ എണ്ണൽ സംഖ്യകൾ എന്ന് വെച്ചാൽ n ഇൻറ്റു n പ്ലസ് 1/2 എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. ഇരട്ട സംഖ്യകൾ എന്ന് വെച്ചാൽ n ഇൻറ്റു n പ്ലസ് 1 എന്ന് ഉപയോഗിക്കുക അല്ലെ? ഇനി ഒറ്റ സംഖ്യകളിലേക്ക് വരികയാണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ 25 ഒറ്റ സംഖ്യകൾ എന്ന് ചോദിച്ചാൽ തുക കണ്ടുപിടിക്കാൻ n സ്ക്വയർ ആണ് ഉപയോഗിക്കേണ്ടത്. n ഇൻറ്റു n കേട്ടോ. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ 25ന്റെ സ്ക്വയർ എടുക്കാം. 25ന്റെ സ്ക്വയർ 625. കണ്ടോ? മനസ്സിലായോ? ഇനി അഖണ്ഡ സംഖ്യകളിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോ എണ്ണൽ സംഖ്യകൾക്ക് n ഇൻറ്റു n പ്ലസ് 1/2 എടുത്തിട്ടുണ്ടെങ്കിൽ അഖണ്ഡ സംഖ്യകളിലേക്ക് വരുമ്പോ n ഇൻറ്റു n മൈനസ് 1/2 എന്ന് എടുക്കണം. അപ്പൊ 25 അഖണ്ഡ സംഖ്യകൾ എടുക്കുമ്പോ n ആയിട്ട് 25 കൊടുക്കുകയാണെങ്കിൽ തുക എടുക്കുമ്പോ 25 ഇൻറ്റു 24/2 ഇങ്ങനെ കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ നമുക്ക് 24 കുറയ്ക്കലാണ്. നേരത്തെ നമ്മൾ കൂട്ടിയാണ് എഴുതിയത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇത് ക്യാൻസൽ ചെയ്താൽ 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ 12ഉം 25ഉം കൂടെ ഒന്ന് ഗുണിച്ചെഴുതുക. അപ്പൊ നമ്മുടെ ആൻസർ 300 എന്ന് കിട്ടും. ക്ലിയർ ആയോ? പിടികിട്ടിയോ? ഇതാണ് സംഭവം. അപ്പൊ ഈ ഇക്വേഷൻസ് ഈ 4 പേരെ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഇതിനകത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1 ആണ്. പിന്നെ ഒറ്റ സംഖ്യകൾ എടുക്കുമ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ എത്ര പേരുണ്ട് നോക്കുക, ആ നമ്പറിന്റെ സ്ക്വയർ ചെയ്യുക, n സ്ക്വയർ. ഓക്കെ, അഖണ്ഡ സംഖ്യകളിലേക്ക് വരുമ്പോൾ n ഇൻറ്റു n മൈനസ് 1/2 എന്നത് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പൊ ചോദ്യങ്ങൾ തൊട്ടടുത്ത ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. ചെയ്ത ചോദ്യങ്ങൾ ഒന്നും കൂടെ 1 2 തവണ ഒന്ന് ചെയ്ത് സെറ്റാക്കി വെക്കുക. റിവിഷൻ ഇതിനോടൊപ്പം തന്നെ പോട്ടെ. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.